Celebrating 50 years. Majestic Jewelers. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പുടമയ്ക്ക് താക്കീത്. മെയ് 25 ചൊവ്വാഴ്ചയാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമുണ്ടായത്. തിരൂർ തൃക്കണ്ടയൂരിലെ 208 നമ്പർ റേഷൻ ഷോപ്പിൽ നിന്നാണ് വിധവയായ സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പുടമയ്ക്ക് താക്കീത് നൽകി. മെയ് 25 ചൊവ്വാഴ്ചയാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമുണ്ടായത്. തിരൂർ തൃക്കണ്ടയൂരിലെ 208 നമ്പർ റേഷൻ ഷോപ്പിൽ നിന്നാണ് വിധവയായ സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. ഇവിടെ നിന്ന് കിട്ടിയ കേടുവന്ന ഭക്ഷ്യക്കിറ്റ് തിരിച്ചു നൽകാൻ വന്നപ്പോൾ മാറ്റിത്തരില്ല എന്നും സപ്ലൈകോയിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നും പറഞ്ഞ് പരിഹസിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സപ്ലൈകോ ഓഫീസർ ജോർജ് കെ സാമുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ റേഷൻ ഷോപ്പിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സൊസൈറ്റിയുടെ ഷോപ്പായതിനാൽ ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ നടപടിയൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും വിധവ തനിക്ക് പരാതിയില്ലെന്ന് പറയുകയും ഇത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഷോപ്പുടമയ്ക്ക് താക്കീത് നൽകിയതെന്ന് സപ്ലൈ ഓഫീസർ പറഞ്ഞു. തിരൂർ താലൂക്കിലെ തൃക്കണ്ടൂരിൽ പ്രവർത്തിക്കുന്ന 208 നമ്പർ റേഷൻ കടയിൽ നിന്നും ഒരു ഉപഭോക്താവിന് വിതരണം ചെയ്ത മെയ് മാസത്തെ കിറ്റിൽ അവർ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ കീടങ്ങളെ കണ്ടു. അപ്പം അതിനനുസരിച്ചിട്ട് അവർ ആ കിറ്റുമായിട്ട് റേഷൻ കടയിൽ ചെന്ന് സെയിൽസ്മാനോട് ശശി എന്ന് പറഞ്ഞുള്ള ആളിനോട് മാറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതെനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല, ഇത് ഞാൻ സപ്ലൈകോഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രോശിച്ചെന്ന് പറഞ്ഞാണ് ഒരു പരാതി അവർ ചാനലുകളിൽ കാണുകയും ആ ചാനൽ വാർത്ത എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ രാത്രി 8 മണിയോടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ഞാൻ തിരൂർ റേഷൻ ഇൻസ്പെക്ടർ മുരളീധരന് ഡയറക്ഷൻ കൊടുത്തു ഇതിനെപ്പറ്റി പരാതിപ്പറ്റി അന്വേഷിക്കാനും. അതിനനുസരിച്ച് ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ ആറി മുരളിയും ഞാനും കൂടെ ഇവിടെ എത്തി. ആദ്യം നേരെ പോയി പരാതിക്കാരിയെ കണ്ടു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്, ജില്ലാ ആശുപത്രിയിലെ സ്മിത എന്നാണ് കാർഡ് ഉടമയുടെ പേര്. അവരെ കണ്ട് സംസാരിച്ചു. റേഷൻ വ്യാപാരിക്കെതിരെ ഒരു തൽക്കാലം സൊസൈറ്റിയുടെ ഷോപ്പായതിനാൽ 3 മാസത്തേക്ക് അദ്ദേഹത്തെ തൽക്കാലം ഒരു താക്കീതെന്ന രീതിയിൽ മാറ്റി നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ആ നടപടിയാണ് ഞാൻ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ പരിഹാരം കണ്ടാൽ മതി, എന്നെ ഇൻസൾട്ട് ചെയ്തതിനാണ് ഞാൻ ഈ പരാതി കൊടുത്തത്, എനിക്ക് കിറ്റ് മാറ്റി തരുന്നതിന് വേണ്ടിയല്ല. എന്തായാലും ശരി, ഞാൻ പറയും മേലിൽ ഇങ്ങനെ ഇനി ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും റേഷൻ വ്യാപാരിക്ക് തൽക്കാലം നടപടി എടുക്കണം, ജോലിയെ ബാധിക്കേണ്ടെന്നിട്ട് ഞാൻ പരാതി പിൻവലിക്കാം, എനിക്ക് ആ കിറ്റ് മാറ്റി തന്നാൽ മതി. ഉടനെ തന്നെ കിറ്റ് തിരൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാറ്റി നൽകി ആ പരാതി അവർ പിൻവലിച്ചായിട്ട് എഴുതി തന്നിട്ടുമുണ്ട്. അതാണ് പരാതി. അതിനുശേഷം ഞാൻ റേഷൻ കടയിൽ പോയിട്ട് സെയിൽസ്മാൻ ശശി കർശന നിർദ്ദേശം കൊടുത്തു, ഒരു കാർഡ് ഉടമയോടും ഇനി മോശമായി സംസാരിക്കാനോ അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിക്കാനോ അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് പറഞ്ഞ് ഇനി ആവർത്തിച്ചാൽ ഇനി ഇതുകൊണ്ട് നടപടി തീരില്ലെന്ന് പറഞ്ഞ് താക്കീത് ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്.